ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സ്നേഹയ്ക്ക് സ്വർണമെല്ലാം നൽകിയതിനു ശേഷം സേതുമാധവൻ പുറത്തേക്ക് പോകുന്നതാണ്. അത് കാണുന്ന അവന്തിക പെട്ടെന്ന് തന്നെ ഔട്ട് ഹൗസിൻ്റെ പുറത്തേക്ക് വന്ന് നിൽക്കുകയാണ്. ധനുഷും സ്നേഹയും തമ്മിൽ സംസാരിക്കുന്നതെല്ലാം അവന്തിക കേട്ടുകൊണ്ട് നിൽക്കുന്നു. നമ്മളെ വിശ്വാസമായതുകൊണ്ടല്ലേ അച്ഛൻ നമ്മളെ സ്വർണം ഏൽപ്പിച്ചതെന്ന് സ്നേഹ പറയുമ്പോൾ അതേന്നും ഇനി എല്ലാവരുടെയും വിശ്വാസം നേടിയെടുക്കുക അത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യമെന്നും ധനുഷും പറയുന്നു. ഞാൻ ധനുഷിന്റെ ഭാര്യയായി വന്നതിൽ ധനുഷിന് സന്തോഷമാണോ എന്ന് സ്നേഹ ചോദിക്കുമ്പോൾ അതേന്നും എൻ്റെ എല്ലാ ജന്മത്തിലും തന്നെ ഭാര്യയെ ലഭിച്ചാൽ മതിയെന്നും ധനുഷ് പറയുന്നു. ഇത് കേൾക്കുന്ന സ്നേഹയ്ക്ക് സന്തോഷമാകുമ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന അവന്തിക ദേഷ്യത്തോടെ നിൽക്കുകയാണ്. എനിക്കിപ്പോൾ തന്നെ കെട്ടിപ്പിടിച്ചൊരു ഉമ്മ തരാൻ തോന്നുന്നുണ്ടെന്ന് ധനുഷ് പറയുമ്പോൾ അതിനെന്താ തന്നോളാൻ സ്നേഹയും പറയുന്നു. ഇതെല്ലാം കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവന്തിക. പിന്നീട് കാണിക്കുന്നത് സിസ്റ്റർ നിത്യ നെല്ലിശ്ശേരിയിൽ എത്തിയിരിക്കുന്നതാണ്. സിസ്റ്ററിനെ കണ്ടയുടൻ തന്നെ അർച്ചന അവരെ തിരിച്ചറിയുന്നു. നിങ്ങൾ എന്താ ഇവിടെയെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അവന്തിക മേഡത്തിനെ ഒന്ന് കാണാൻ വന്നതാണെന്ന് നിത്യ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സ്നേഹയാണ്. സ്നേഹ ധനുഷിനോട് പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് ധനുഷിൻ്റെ കുഞ്ഞിനെ പ്രസവിക്കണം, എന്നിട്ട് നമ്മുടെ സമ്പാദ്യം വെച്ച് തന്നെ ആ കുഞ്ഞിനെ നല്ല രീതിയിൽ വളർത്തുകയും ചെയ്യണം. ഇത് കേൾക്കുന്ന ധനുഷ് പറയുകയാണ്, എൻ്റെയും ആഗ്രഹം അത് തന്നെയാണ്. നമ്മുടെ കുഞ്ഞിന് അർഹതപ്പെട്ടതെല്ലാം തന്നെ നമ്മൾ വാങ്ങിക്കൊടുക്കണം. തുടർന്ന് സ്നേഹ പറയുകയാണ്, ആ അർച്ചനയെ ഒരു നാൾ ഞാൻ എത്രമാത്രം സ്നേഹിച്ചിരുന്നെന്നറിയാമോ? പക്ഷേ അവരെന്നെ ചതിക്കുകയാ ചെയ്തത്. അവരെന്നോട് ചെയ്ത കാര്യങ്ങളൊന്നും ഞാൻ എന്താണെങ്കിലും ഒരിക്കലും മറക്കാനേ പോകുന്നില്ല. താൻ വിഷമിക്കാതെ, സാഹചര്യം കിട്ടുമ്പോൾ നമുക്ക് എല്ലാത്തിനും അർച്ചനയോട് പ്രതികാരം വീട്ടാമെന്നും ഒരുപാട് സ്നേഹിച്ച നമ്മളെ എന്തിനാണ് പിരിക്കാൻ തീരുമാനിച്ചതെന്നും എനിക്ക് അവരോട് ചോദിക്കണമെന്നും ധനുഷ് പറയുന്നു. എനിക്ക് താനുമായിട്ട് ഇനിയും ഇങ്ങനെ കുറേ നേരം ചേർന്നിരിക്കണമെന്ന് ധനുഷ് പറയുമ്പോൾ അതേ കഥക് തുറന്നിട്ടില്ല, ഇനിയും അച്ഛനെങ്ങാനും കയറി വന്നാലോ എന്ന് സ്നേഹ പറയുന്നു. ഇത് കേൾക്കുന്ന ധനുഷ് കഥ കടക്കാനായി ചെല്ലുമ്പോഴാണ് അവന്തികയെ കാണുന്നത്. അവന്തികയെ കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് ധനുഷ്. പിന്നീട് കാണിക്കുന്നത് നിത്യയെ കണ്ടയുടൻ തന്നെ ഓടിയെത്തുന്ന അവന്തികയാണ്. ഇവർ നിങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അർച്ചന ചോദിക്കുമ്പോൾ അതൊന്നും നീ അറിയേണ്ട ഒരു ആവശ്യവുമില്ലെന്നും അവന്തിക പറയുമ്പോൾ അർച്ചന പറയുകയാണ്, എന്നോട് പറയേണ്ട, അറിയിക്കേണ്ടവരെ അങ്ങ് അറിയിച്ചാൽ മതി. നീ എന്താണെങ്കിലും എൻ്റെ ഒരു കാര്യത്തിലും ഇടപെടാൻ വരണ്ടെന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹ നിത്യയെ വിളിച്ചുകൊണ്ട് മാറി നിൽക്കുകയാണ്. നീ എന്തിനാ ഇപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് അവന്തിക നിത്യയോട് ചോദിക്കുമ്പോൾ നിത്യ പറയുകയാണ്, ഞാൻ മേഡത്തിനെ 2 വട്ടം വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ മേഡം ഫോൺ എടുത്തില്ല. എന്താ കാര്യമെന്ന് വീണ്ടും അവന്തിക ചോദിക്കുമ്പോൾ നിത്യ പറയുകയാണ്, അത് പിന്നെ മേഡം, എനിക്കൊരു 50,000 രൂപയുടെ ആവശ്യമുണ്ടായിരുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിൽക്കുകയാണ്. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല നിനക്ക് തരാനെന്ന് പറഞ്ഞ് അവന്തിക പോകാനൊരുങ്ങുമ്പോൾ കുഞ്ഞിനെ മാറ്റിയ കാര്യം ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്ന് നിത്യ പറയുന്നു. ഇത് കേൾക്കുന്ന അവന്തിക ഞെട്ടലോടെ നിത്യയെ നോക്കുകയാണ്. നീ പറഞ്ഞ പണം എൻ്റെ കയ്യിലുണ്ട്, പക്ഷെ ഞാനിപ്പോൾ അത് നിനക്ക് തരാനേ ഉദ്ദേശിച്ചിട്ടില്ല. നീ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നീ മറ്റൊരു കാര്യം കൂടി ചിന്തിക്കണം. ഇതെങ്ങനെ കേസായാലേ ആദ്യം കൊടുക്കാൻ പോകുന്നത് നീയായിരിക്കും. കാരണം നീയല്ലേ കുഞ്ഞിനെ മാറ്റിവെച്ചത്, അല്ലാതെ ഞാനല്ലല്ലോ. എന്താണെങ്കിലും ഇനി ഞാൻ നിനക്ക് പണം തരാനേ പോകുന്നില്ല. എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞ് ഭീഷണി സ്വരത്തോടെ അവന്തിക പോകുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ ടെൻഷനോടെ നിൽക്കുകയാണ് നിത്യ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.